വിവിധ മതങ്ങൾക്ക് കീഴിൽ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും പാരമ്പര്യവുമുള്ള രാജ്യമാണ് ഇന്ത്യ. ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും മതേതരത്വവും ഇന്ത്യ നൽകുന്നു. ഭക്തരും സർവശക്തനിൽ പരമമായ വിശ്വാസമുള്ളവരും തങ്ങളുടെ ദൈവങ്ങളെ തങ്ങളുടെ വിഗ്രഹങ്ങളായി കണക്കാക്കുകയും അവരെ ആരാധിക്കുകയും മോക്ഷത്തിലേക്കുള്ള ദൈവിക പാത പിന്തുടരുകയും ചെയ്യുന്നു. ശിവൻ, വിഷ്ണു, കൃഷ്ണൻ തുടങ്ങിയവരുടെ വിഗ്രഹങ്ങൾക്കൊപ്പം ഹിന്ദു ക്ഷേത്രങ്ങളിലെ മനോഹരമായ വാസ്തുവിദ്യയും നിർമ്മാണവും നമ്മുടെ ഹൃദയം കവർന്നെടുക്കുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള മനോഹരമായൊരു ക്ഷേത്രമാണ് ആന്ധ്രയിലെ വിജയനഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാമനാരായണ ക്ഷേത്രം. വില്ലിന്റെയും അമ്പിന്റെയും സവിശേഷമായ ഘടനയ്ക്കും രൂപകൽപ്പനയ്ക്കും ഈ ക്ഷേത്രം പ്രധാനമായും അറിയപ്പെടുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഈ അത്ഭുതകരമായ ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ അതിശയകരമായ രൂപത്തെക്കുറിച്ചും അതിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട വസ്തുതകളെക്കുറിച്ചും നമുക്കൊന്നറിയാൻ ശ്രമിക്കാം. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിലെ കോരുകൊണ്ട എന്ന തിരക്കേറിയൊരു ഗ്രാമത്തിലാണ് ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന രാമനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പുരാതന സമ്പന്നമായ ചരിത്രത്തിന്റെയും ആധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെയും സമന്വയമാണ് ഈ ക്ഷേത്രം. പ്രകൃതിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ കണക്കിലെടുത്ത് പ്രവേശന കവാടത്തിൽ നിന്ന് തന്നെ ഭക്തരെ സ്വാഗതം ചെയ്യുകയും രാമായണത്തിന്റെ അതീന്ദ്രമായ സമയത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന വിവിധതരം പച്ച സസ്യജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം. 2 നിലകളുള്ള ഈ ക്ഷേത്ര സമുച്ചയം മുഴുവനായും 15 ഏക്കറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന ശ്രീകോവിലേക്ക് നയിക്കുന്ന ഇടനാഴികൾ ശ്രീരാമന്റെ വില്ലും അമ്പും പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൗഹൃദം, സത്യസന്ധത, ത്യാഗം, ധീരത, സത്യം എന്നിവയുടെ മൂല്യങ്ങൾ പകർന്നു നൽകുന്ന വാൽമീകി രാമായണത്തിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇടനാഴികളിൽ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുക. അമ്പും വില്ലും കൂടിച്ചേരുന്ന സ്ഥലത്ത് രാമായണത്തിൽ ഹനുമാന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വലിയ പ്രതിമയുണ്ട്. ശ്രീ ഹനുമാന്റെ എളിയ 60 അടി പ്രതിമ സൂചിപ്പിക്കുന്നത് ഭക്തനൊടുവിൽ സർവശക്തനായ ശ്രീരാമനെ കണ്ടുമുട്ടുന്നു എന്നാണ്. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകതകളൊന്ന് വിശദമായി നോക്കാം. വാൽമീകി രചിച്ച രാമായണത്തിൽ നിന്നും എടുത്ത ചിത്രങ്ങളാണ് ക്ഷേത്രത്തിന്റെ ഇടനാഴികളിൽ വരച്ചിരിക്കുന്നത്. ഈ വരച്ച സ്ക്രിപ്റ്റുകളും ചിത്രങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സത്യസന്ധത, സൗഹൃദം, സത്യം, ത്യാഗം എന്നിവയുടെ പ്രാധാന്യം അറിയിക്കുന്നു. അമ്പിന്റെയും വില്ലിന്റെയും സംഗമസ്ഥാനത്ത് രാമായണത്തിൽ ഹനുമാന്റെ പ്രാധാന്യം വിവരിക്കുന്ന ശ്രദ്ധേയമായ ഒരു ശില്പമുണ്ട്. ഈ ക്ഷേത്രം സ്ഥാപിച്ചതിന്റെ പ്രധാന ലക്ഷ്യം സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്നതാണ്. സനാതനധർമ്മത്തിൽ എഴുതിയതോ ബന്ധപ്പെട്ടതോ ആയ 1-ലധികം പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന സരസ്വതി പാഠശാല എന്നൊരു ലൈബ്രറിയും ഈ ക്ഷേത്രത്തിലുണ്ട്. ആയുർവേദത്തിന്റെ പ്രാധാന്യവും അതിന്റെ രോഗശാന്തി ഗുണങ്ങളും ചിത്രീകരിക്കുന്ന വിവിധ ഔഷധ സസ്യങ്ങളുടെ പൂന്തോട്ടവും ഈ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. ഒരിക്കൽ നമ്മൾ ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലേക്ക് കാലെടുത്തു വെച്ചാൽ ആ വ്യക്തി സ്വയം മറന്ന് തീർച്ചയായും രാമായണ കഥയിൽ മുഴുകുകയും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കഥ ഓർമ്മിക്കുകയും ആ പുരാണ യുഗങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യും. രാമായണത്തിന്റെ മുഴുവൻ കഥയും ചരിത്രവും ശില്പങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും രൂപത്തിൽ ഈ ക്ഷേത്രത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ബാലകാന്ഡം, ആരണ്യകാന്ഡം, ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കും ചെവിയും വെട്ടിയതിന്റെ എപ്പിസോഡ്, സ്വർണ്ണമാൻ എന്നിങ്ങനെ തുടങ്ങി രാമായണത്തിന്റെ ഓരോ എപ്പിസോഡും ഈ വർണ്ണാഭമായ വിഗ്രഹങ്ങളാൽ ചിത്രീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം രാമസേതുവിന്റെ നിർമ്മാണം, രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം, സീതയെ അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുവരൽ തുടങ്ങി എല്ലാ രംഗങ്ങളും ഇവിടെ ചുവരുകളിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. സമ്പന്നമായ പുരാതന ചരിത്രത്തിന്റെ മഹത്തായ സംയോജനവും എഞ്ചിനീയറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ആധുനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും നടപ്പിലാക്കുന്ന അസാധാരണമായ ഘടനാപരമായ രൂപകൽപ്പനയുടെ ഉത്തമ ഉദാഹരണമാണ് രാമനാരായണ ക്ഷേത്രം എന്ന അത്ഭുത ക്ഷേത്രം. ആധുനിക സാങ്കേതിക വിദ്യകളിൽ നിർമ്മിച്ചതും എന്നാൽ നമ്മുടെ പുരാതന ധാർമ്മികതകളാൽ സമ്പന്നവുമായ രാമനാരായണ ക്ഷേത്രം നമ്മുടെ വൈവിധ്യ സംസ്കാരത്തിന്റെ പ്രതീകമാണ്. ഈ ക്ഷേത്രം ശ്രീരാമന്റെ പ്രതിദാനങ്ങളായി വിനയത്തിന്റെയും ധൈര്യത്തിന്റെയും നീതിയുടെയും മൂല്യങ്ങളെ പരാമർശിക്കുകയും ഇന്ത്യയുടെ ആധുനിക ക്ഷേത്ര അത്ഭുതങ്ങളിൽ ഒന്നായി നിലകൊള്ളുകയും ചെയ്യുന്നു.